കണ്ടല്ലൂർ സൗത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി വിജയൻ ആശാരിമുറിയെ ഡിസിസി പ്രസിഡന്റ് നിയമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗം ഡിസിസി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കണ്ടല്ലൂർ സൗത്ത് മണ്ഡലം പ്രസിഡന്റായി വിജയൻ ആശാരിമുറിയെ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ നിയമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൻചാറയിൽ ദാമോദരൻ കോൺഗ്രസ് ഭവനിൽ കൂടിയ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. യോഗം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് 100% അൺപോപ്പുലറായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് കിട്ടി, ഒരു സീറ്റ് BJP ജയിച്ചു. ആ BJP വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയത് കേരളം ഭരിക്കുന്ന സർക്കാരാണെന്ന് ഇപ്പോൾ അസന്നിഗ്ധമായിട്ട് ആ ADGPയുടെ കൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള നടപടിയും കൂടി പുറത്തു വന്നതോടുകൂടി നമുക്ക് വ്യക്തമായിരിക്കുന്നു, കേരളത്തിൽ ഒരു BJPക്ക് ഒരു MPയെ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള എല്ലാ രാഷ്ട്രീയ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊടുത്തത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ഈ അന്തർധാര തന്നെ ഒരു പക്ഷേ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായേക്കാം. BJP ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, പഞ്ചായത്ത് തലത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സീറ്റ് CPMൽ നിന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BJPയിലേക്ക് പോയി. CPMൻ്റെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ BJPയിലേക്ക് പോയി. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോയവരാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ഇങ്ങനെ ഒരു സ്റ്റാർ വാട്സ് ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BJPയിലേക്ക് പോയ സാഹചര്യത്തിൽ BJP അവിടെ ജയിക്കാൻ പോകണമെന്നാണ് പ്രവർത്തിക്കാൻ ചെന്ന എല്ലാവരോടും അവിടുത്തെ നിരീക്ഷകരായ ചില ആളുകൾ പറഞ്ഞത്. പക്ഷേ അവിടെ നമ്മൾ LDFൽ നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ജൂൺ 4 വന്നതിന് ശേഷം ഇന്ന് ഈ ജനുവരി 2025 ജനുവരി 2 വരെയുള്ള ഇത്രയും കാലത്തിനിടയിൽ നമുക്ക് BJPക്ക് കേരളത്തിലുണ്ടായ ഒരു മേൽക്കൈ, പാർലമെൻറ്റ് ഇലക്ഷനിലുള്ള ഒരു മേൽക്കൈ, അത് പൂർണ്ണമായിട്ടും നമുക്കത് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 31-ൽ 17 പഞ്ചായത്ത് വാർഡുകളിൽ വിജയിച്ച നമുക്ക്, നേരത്തെ 11 നമുക്കുണ്ടായിരുന്നത്, 17 വിജയിച്ച നമുക്ക് KPCC സെക്രട്ടറിമാരായ N രവി, E സമീർ, അഡ്വക്കേറ്റ് L വേലായുധൻപിള്ള, AJ ഷാജഹാൻ, AP ഷാജഹാൻ, AM കബീർ, ബിജു ഈരിക്കൽ, K മോഹനൻ, N പ്രഹ്ലാദൻ, VK സിദ്ധാർത്ഥൻ, S അനിലാൽ, സുജിത്ത് സുകുമാരൻ, ഷൈജു, സുജിത്, രാജു കോട്ടച്ചിറ, സുനിക്കുട്ടൻ, അജിമോൻ, രാഹുൽ കവിരാജ്, ബിന്ദു, നളിനി ബാബു, വിജയൻ മരക്കാലേത്ത്, ഗോപി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.